ഹല്ലേലൂയ. ദൈവമക്കൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല, അറിയാതെ പോലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്കാണ് അച്ഛൻ നിങ്ങളെ കൊണ്ടുവരുന്നത്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത് അച്ഛന് പറയാനുള്ള വചനത്തിലൂടെ തന്നെ അങ്ങ് പറയാം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ, നിയമാവർത്തന പുസ്തകം 6:4-5-6 വചനം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വായിക്കാൻ പോവാ. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത് പറയാണ്, ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു ഏക രക്ഷകനാണ്. ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുന്നത് ഒരുവനിലൂടെ മാത്രമായിരിക്കും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമെന്ന് അറിഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, യോഹന്നാൻ അപ്പോസ്തലനെ ആരും ചെറുതാക്കേക്കരുത്. അതിനേക്കാളും വലുതായിട്ട് നമ്മളിൽ ആരുമില്ല. യോഹന്നാന്റെ സുവിശേഷം 14:1-2 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ എന്നിലും വിശ്വസിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 14:5-6 ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തത്. നമുക്കറിയാം, സ്വർഗത്തിൽ പോകാൻ എന്താ വേണ്ടത്? ഒറ്റ കാര്യം മതി. ഒരൊറ്റ കാര്യം വഴി ഒരാൾ സ്വർഗത്തിൽ പോകുന്നത് ഒറ്റ കാരണത്തല്ല, പാപമോചനം കിട്ടിയാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകാത്തത് ഒറ്റ കാരണത്തല്ല, എന്ത് കിട്ടാത്തതുകൊണ്ടോ? കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതായത് റോമാലേഖനം 8:1 ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഏറ്റു പറഞ്ഞേ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരാ ഉച്ചത്തില്. അതുകൊണ്ടാണ് യോഹന്നാൻ 17:3 പറയും, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏറ്റു പറഞ്ഞ് ഏകരക്ഷകനായ ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ് ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരാള് ക്രിസ്ത്യാനിയാകുന്ന ലക്ഷ്യം സ്വർഗത്തിൽ പോകാന്ന്, വേറൊന്നുമല്ല. ഇതിനകത്ത് വേറെ ലക്ഷ്യം രോഗശാന്തിയോ നേട്ടമോ വളർച്ചയോ ഉയർച്ചയോ പണം ഉണ്ടാക്കും വീടുണ്ടാക്കും ഒന്നുമല്ല ലക്ഷ്യം. ഈശോയിൽ വിശ്വസിക്കുന്നതും ഒരാൾ ക്രിസ്തുവിൽ മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗമായി തീരുന്നതിൻ്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. എവിടെ പോവുക? ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ ഉച്ചത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനം വായിക്കാൻ പറ്റും. അതിനകത്ത് 2-3 വചനം വളരെ ഗൗരവമുള്ള. അതായത് യേശു പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, അന്നും പറയാം, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവരും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് നിക്കോദെമോസ് യേശുവോട് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്നുകൂടെ കൈയടിച്ച് ദൈവത്തിൻ്റെ മക്കളൊന്ന് ചേർന്ന് പോരാ ഉച്ചത്തിൽ നന്നായിട്ട് കടിച്ചു. നല്ല അഭിഷേകം. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 31 അവർ പറഞ്ഞു, അതായത് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും. ഏറ്റു പറഞ്ഞ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞേ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി അടിച്ച്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ 10 മുതൽ 12 വരെയുള്ള വചനത്തിൽ പറയുവേ, വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറ്റി പറഞ്ഞേ, വീട്ടുപണിക്കാരായ, ഉച്ചത്തിൽ പറയണം, വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഈ പൈശാചിക ശക്തികളുള്ള ആളുകൾ വരാറുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് വരാറുണ്ട്. ആ വരുമ്പോൾ ഈ ബന്ധിച്ച് പ്രാർത്ഥിക്കും, പെട്ടെന്ന് അത്ഭുതം ഉണ്ടാവും. ഒരു കാര്യമുണ്ട്, ബന്ധിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം വെക്കണം. ഇത് സംഭവിക്കണമെങ്കിൽ ഒറ്റ നാമം പറഞ്ഞാൽ മാത്രമേ അവിടെ അത്ഭുതം ഉണ്ടാകുന്നതായിട്ട് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാരുടെ നാമോന്നറിയാമോ? പറയാമോ? ഹല്ലേലൂയ. രോഗിയുടെ കൈവച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന കാര്യമോ? വേറെ ആടെ പേര് പറഞ്ഞാലൊന്നും കാണാനില്ല. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോരാ. സ്തുതിക്കുന്നു. ആമേൻ. ഇന്നെൻ്റെ സ്നേഹിതന അച്ഛൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർമ്മിക്കുക. പാറശാലയിൽ ഉണ്ടായ അത്ഭുതത്തെക്കുറിച്ച് പറയായിരുന്നു. അതായത് വലിയൊരു അത്ഭുതം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പക്ഷേ അതിൻ്റെ മുഴുവൻ രൂപത്തിലുള്ളത് ഞാൻ ഇപ്പോൾ കേട്ടറിഞ്ഞോളൂ. പക്ഷേ അവർക്ക് വ്യക്തമായിട്ട് നേരിട്ട് എനിക്ക് എൻ്റെ റിപ്പോർട്ട് കിട്ടിയേ. ഒരു കുട്ടി, ആ കൊച്ചിന് ജന്മനുള്ളൊരു പ്രത്യേക രോഗമാണ്. അതിൻ്റെ മസിൽസിനും ശരീരത്തിനുള്ള ഒരു പ്രത്യേക രോഗമാണ്, ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ പറ്റാത്ത. അത് ഇടയ്ക്ക് അതും കടന്നു പോവുക. അങ്ങനെ 3 മാസമൊക്കെ, 2 മാസം 3 മാസമൊക്കെ കടന്നു പോകും. പിന്നെ ഇടയ്ക്ക് എഴുന്നേക്ക് ചികിത്സ, പിന്നെ വീണ്ടും കടന്നു പോകും. അങ്ങനെ ഒരു 8-10 വർഷത്തോളം ഈ കുട്ടി ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടപ്പായിരുന്നു പറഞ്ഞു, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവർ ചികിത്സിച്ചിട്ട് പല രക്ഷപ്പെടാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റും. അപ്പോൾ പാറശാലയിൽ കൺവെൻഷൻ നടക്കുമ്പോൾ, തിരുവനന്തപുരത്തിനപ്പുറത്തെ പാറശാല, അപ്പോൾ കൺവെൻഷൻ നടക്കുമ്പോൾ അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തൊന്ന് വന്നു. സ്ഥിരപ്പെടുത്തി ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് ഈ അപ്പൻ്റെ തലയിൽ അവർ പറഞ്ഞത്, അതിന് അച്ഛൻ പറഞ്ഞ, ഞാൻ ഓർക്കൊന്നുമില്ല. കാരണം ആളുകൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ പോകുന്നു, അടയാളുകൾ ഇഷ്ടംപോലെ, നമ്മളൊന്നും ശ്രദ്ധിക്കാൻ പോകാറില്ല, എൻ്റെ പുറകെ പോകാറുമില്ല. പക്ഷെ അച്ഛൻ പറയാണ്, അച്ഛൻ ആ മനുഷ്യൻ്റെ തലയൊക്കെ വെച്ച് പറഞ്ഞു, ആ മനുഷ്യൻ്റെ അലറി നിലവിളിച്ചു, കാറിക്കുക, അദ്ദേഹത്തെ എന്തോ സംഭവമൊക്കെ ഉണ്ട്, എന്തൊക്കെ സംഭവം അഴിഞ്ഞു പോയെന്നാണ് പറഞ്ഞത്. സംഭവം ഇതാണ്, ഇത് അഴിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു. അപ്പം അപ്പൻ്റെ തലയൊക്കെ വെച്ച് ബന്ധിച്ചു. അപ്പനൊരു പൈശാചികപീഠമുണ്ട്, എല്ലാം അഴിഞ്ഞു പോയി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ കൊച്ച് അതുപോലെ തന്നെ കട്ടിലേക്ക് കിടപ്പുണ്ട്, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അവർ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ കാണേണ്ട കാര്യം ഇതാണ്, ഈ കുട്ടി തനിയെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നെന്നാണ് പറഞ്ഞ പരിപൂർണ ഹീലിംഗ് സംഭവിച്ചെന്നാ പറഞ്ഞേ. കാട്ടുതീ പോലെ ലോകം മുഴുവൻ വന്നിരിക്കുക സംഭവം. ആ സംഭവം ഉണ്ടായത് ആരുടെ നാമത്തെ പ്രാർത്ഥിച്ചപ്പോഴാ? പറഞ്ഞേ, ആരുടെ നാമത്തെ പറഞ്ഞേ. സഭയിലെ 10,000-കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായി. കാരണം അവർ ആരുടെ നാമം ഏറ്റു പറഞ്ഞോണ്ടോ? യേശുവിൻ്റെ നാമം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രം
മാത്രമായി ഈ പ്രപഞ്ചം മുഴുവൻ രക്ഷപ്പെടുന്നത് അവൻ്റെ കുരിശുമരണത്തിൻ്റെ ഫലമായി, അവൻ്റെ ഉയർപ്പിൻ്റെ ഫലമായി, ഉത്ഥാനത്തിൻ്റെ ഫലമായാണ്. ലോകം മുഴുവനും എല്ലാം രക്ഷപ്പെടും. സർവ്വപ്രത്യേക ഹല്ലേലൂയാ. സഭാമക്കളെന്ന സഭയെന്ന യേശുക്രിസ്തുവിലെ രക്ഷ. ഈശോയാണ് രക്ഷകൻ, ഏകരക്ഷകൻ, ലോകത്തെ രക്ഷിക്കുന്നവൻ, യഥാർത്ഥ രക്ഷകൻ, പാപമോചകൻ. നിന്റെ രക്ഷയുടെ കാരണക്കാരൻ ഈശോയാണെന്ന് ലോകത്തോട് പ്രസംഗിക്കുന്നതാണ് തിരുസഭയുടെ അടിസ്ഥാന ദൗത്യം. കയ്യെടുത്ത് കർത്താവ് പറഞ്ഞേ, പോരാ 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 പോരാ. ഉച്ചത്തിലോ ഒറ്റ വിളി ഈശോയേ, പോരാ ഉച്ചത്തിൽ ഈശോയേ. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാനൊരു കാര്യം പറയാൻ പോകും. വലിയൊരു അനുഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം. എൻ്റെ ഒരു സ്നേഹിതനായ മലബാറിലുള്ള ഒരു വൈദികൻ്റെ ഒരു അനുഭവമാണ്. അത് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഈശോ ആരാണെന്ന് അറിയാൻ വേണ്ടി, ഈശോയെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു അറിവ് കൊടുക്കുകയാണ്. അതായത് അച്ഛൻ പറഞ്ഞാണ് ഒരു കഥ, ഒരു സംഭവമാണ്. ആ സംഭവം വെച്ചു ഞാൻ പറയാൻ പോവാം. അതായത് അച്ഛൻ്റെ ഇടവകയിൽ ഒരു പാവപ്പെട്ട കുടുംബം, ഒരു കോളനി സ്ഥലമുണ്ട്. കോളനികൾ വെച്ചാൽ കൊച്ചു കൊച്ചു വീടുകൾ ഇങ്ങനെയും. അപ്പോൾ അതിലൊരു പാവപ്പെട്ട കുടുംബം, അവിടെ ഒരു അപ്പനും അമ്മയുണ്ട്. അവർ അപ്പനും അമ്മയും ഒരു കുഞ്ഞു കൊച്ചു ഓർക്കുന്നുണ്ട്. 2 വയസ്സ് 2.5 വയസ്സ് 3 വയസ്സ് അത്ര ഓടിക്കളിക്കുന്ന പ്രായം. അപ്പോൾ അപ്പനിങ്ങനെ കൂലിപ്പണിക്ക് പോകും, അമ്മയെ വീട്ടിൽ ഈ കൊച്ചിനെ നോക്കിയിരിക്കുവേ. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഇവർ മുഴുത്തൊരു കിണർ കുത്തുന്നുണ്ട്, വലിയൊരു കിണർ, ആഴമുള്ള കിണറാണ്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ആയി, പണി തീർന്നില്ല, അവൻ്റെ വക്കൊന്നും കെട്ടിയിട്ടൊന്നുമില്ല, അതിന് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ആയുധങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അപ്പം പണിക്കൊക്കെ പോയിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അമ്മ കൊച്ചിന് ഭക്ഷണവും കൊടുത്ത് വീട്ടിൽ കൂടെ കളിച്ചിരിച്ചിങ്ങനെ അമ്മയും കൊച്ചും കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ കൊച്ചു വീട്ടിലുണ്ട്, അമ്മയെന്തോ ഭക്ഷണം ഉണ്ടാക്കുക, കുട്ടിങ്ങനെ ഓടും, അമ്മയെന്ന് വിളിക്കുക, അങ്ങനെ കറങ്ങി നടക്കുക. അപ്പോൾ വീടിന് ചുറ്റും ഓടും, കറങ്ങി നടക്കും. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം അമ്മ കേട്ടി, കൊച്ചു മോനേ നമ്മ ഒറ്റ അലറിച്ച അമ്മ ഒറ്റ. പക്ഷേ കൊച്ചിൻ്റെ വിളി കേട്ടില്ല. പെട്ടെന്ന് അമ്മ വീട് ചുറ്റും നോക്കിയിട്ട് കൊച്ചിനെ കണ്ടില്ല. പെട്ടെന്ന് അമ്മ നോക്കിയത് കിണറ്റിലേക്കാണ് നോക്കിയത്. സർവ്വപ്രതി പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോട് നോക്കുമ്പം കാണുന്നത് തൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് കാണും, താഴെ കിടക്കുന്നു. ഇത് കാണുകയും അമ്മ ഒറ്റ ചാട്ടോ. അമ്മ ചാടുന്നു. ചാടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം അറിയോ? താഴെ ഒരു കമ്പി ഇങ്ങനെ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്മ പോയി വീഴുന്നത് ഈ കമ്പിയുടെ മേലാണ്. അമ്മയുടെ നിലവിളി കേട്ടു അയൽക്കാരെല്ലാവരും കൂടി ഓടി വന്നു. അപ്പോഴത്തേക്കും അമ്മ താഴെ, അമ്മ മരിച്ചിരിക്കും. ഉടനെ അവർ കയറൊക്കെ കെട്ടി ഇറങ്ങി താഴെ ചെന്നപ്പോൾ കൊച്ചിന് ഒരു രക്ഷിച്ചു. പക്ഷേ അമ്മ ചോരയ്ക്കാത്ത അമ്മ മരിച്ചു, കംപ്ലീറ്റ് മരിച്ചു. ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു തോന്നൽ, ഒരു പ്രേരണ തന്നെ. അത് ഞാൻ നിങ്ങൾ പറയാൻ പോകുവാണ്. ഈ അമ്മ തൻ്റെ കുഞ്ഞ് കിണറ്റി കിടക്കുന്നത് കണ്ടപ്പോൾ, അറിഞ്ഞപ്പോൾ, കിണറ്റ് വീണെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അങ്ങോട്ട് എടുത്തു ചാടാൻ കാരണമെന്ത്? നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ പോരാ. സർവ്വപ്രതി പറയാം ഹല്ലേലൂയാ. അതിലുപരിയാണ്. അതിൽ വന്ന മറ്റുള്ളവരൊക്കെ വന്നല്ലോ, അവർക്ക് ഇവരുടെ സ്നേഹമൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും സ്നേഹമുണ്ടല്ലോ. എന്നാൽ അവരാരും ചാടുന്നില്ല. ഈ അമ്മ മാത്രം തൻ്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ വേണ്ടിയേ ഈ കിണറ്റിലോട്ട് ചാടുകയോ, ആഴമുള്ള കിണറ്റിലോട്ട് ചാടുകയാണ്. എല്ലാം മറന്ന് ചാടുക. എൻ്റെ കാരണം എന്താ? ഒറ്റ കാരണമുള്ളൂ, സ്വന്തം കുഞ്ഞായതുകൊണ്ട് മാത്രം. തൻ്റെ ചോരയിൽ പറന്ന് കുഞ്ഞായതുകൊണ്ട് മാത്രമാണ് ആ അമ്മ ആ കിണറ്റിലോട്ട് ചാടുന്നത്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. സർവ്വപ്രതി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, കാൽവരി കുരിശിലോട്ട് നോക്കുമ്പോഴേ നമുക്കാണ് ഈശോയുടെ പീഡാസഹനം ഞാൻ ധ്യാനിക്കാറുണ്ട്. ഈശോയെ ആരെങ്കിലും ഓടിച്ചിട്ട് പിടിച്ച് കുരിശിൽ തറച്ചു കൊന്നതല്ല. ഈശോ ബോധപൂർവം തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണല്ലോ ഈശോ ഈ ഗെത്സമൻ തോട്ടത്ത് വെച്ച് ശത്രുക്കൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? അപ്പോൾ അവരിങ്ങനെ കുന്തവും വാളും വടിയും ഒക്കെ ആയിട്ട് വരുമ്പോഴേ ഈശോ, നിങ്ങൾ ആരെ അന്വേഷിക്കും? നസ്രായന്, ഞാൻ തന്നെ പിടിച്ചു. അപ്പോൾ അവർക്ക് വിശ്വസിക്കാം, ഈശോ നിന്ന് കൊടുക്കുകയോ, ഒരിടത്ത് ഓടിപ്പോകുന്നില്ല. അവന് വേണേൽ രക്ഷപ്പെടാൻ പറ്റുമേ. സർവ്വപ്രതി പറഞ്ഞേ ഹല്ലേലൂയാ. പീലാത്തോസിന്റെ അരമനയിൽ അവൻ നിൽക്കുമ്പോഴുണ്ടല്ലോ, ചുമന്ന കുപ്പായോ ചുമന്ന മേലങ്കിയും തലയിൽ മുൾക്കരിയിടും വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംഭവം ഉണ്ട്. അപ്പോൾ പീലാത്തോസ് പിടിച്ച് മാറ്റി നിർത്തി ചോദിക്കുന്നത്, ഞാൻ ഗവർണറാ, ഞാൻ സർവാധികാരമുണ്ട്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ വെറുതെ വിടാം, എനിക്ക് അതിനുള്ള സർവാധികാരം, നീ ഒരു ക്ഷമ പറഞ്ഞാൽ മതി, എന്തെങ്കിലും. പക്ഷെ ഇവനൊന്നും മിണ്ടുന്നില്ല. ഇവൻ മരിക്കാൻ തയ്യാറാകുക.
മരിക്കാൻ തയ്യാറാകുക. അതിന് കാരണം എന്താണെന്നറിയാവോ? ഒറ്റ കാരണമാണ്. ഇവനും ആർക്ക് വേണ്ടി മരിച്ചു? എന്തിനു വേണ്ടി? ഈശോ ആരാ? സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരാ 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 പോരാ. ഉച്ചത്തില നന്നായിട്ട് കടിച്ച് കൈകൾ ഉയർത്തി കടിച്ച് ഒറ്റ വിളി ഈശോയേ. ഹല്ലേലൂയ. ഞാൻ പറയും ഈ ചരിത്രം, ഇത് ഈശോ മിശിഹായുടെ ചരിത്രം, ഇത് കഥയൊന്നുമല്ല, ലോക ചരിത്രത്തിൻ്റെ സംഭവമാണ്. ലോക ചരിത്രത്തെ സംഭവം കുരിശിൽ രക്തം ചിന്തി മരിക്കുന്നത്. നമുക്ക് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഏത് വഴി നിന്നാണ് ഈശോയ്ക്ക് രക്ഷപ്പെടാമായിരുന്നു. ഏത് വഴി വെച്ച് ഒരു വാക്ക് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഈശോയ്ക്ക് രക്ഷപ്പെടാമായിരുന്നേ. പക്ഷേ ഈശോ ഒരിടത്തും മാറി നിൽക്കുന്നില്ല, രക്ഷപ്പെടാൻ വേണ്ടി ഒരു വാക്ക് പോലും പറയുന്നില്ല. മറിച്ച് അവൻ ബോധപൂർവം കുരിശുമരണത്തിലേക്ക് നടന്ന് കയറുന്ന കാണാവേ. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലൊരു സംഭവമുണ്ട്. അതായത് ഈശോയുടെ തോള്, ഈശോയ്ക്ക് ഒരു ഭാരമേറിയ കുരിശെടുത്ത് കൊടുക്കുമ്പോഴേ, അപ്പോൾ ഈശോ അങ്ങ് വീണിട്ട് പെട്ടെന്ന് ആ കുരിശിങ്ങനെ പിടിച്ചിട്ട് ഈശോ ഒന്ന് ചുംബിക്കുന്നൊരു സംഭവമുണ്ട്. അപ്പം പടയാളികൾ ചോദിക്കുന്നൊരു സംഭവമുണ്ട്, വൈ ആർ യു എംബ്രേസിംഗ് ദ ക്രോസ്? എന്തുകൊണ്ട് നീ കുരിശിനെ ചുംബിക്കുന്നത്? സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10, 14, 15 വർഷം, 16 വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ട്. ഞാൻ എൻ്റെ പള്ളിയിലിരിക്കുമ്പോൾ എൻ്റെ വിഹാരച്ചനുണ്ട്, ഞാൻ അസിസ്റ്റൻ്റാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനിങ്ങനെ ഒരു ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേദിവസം, പെസഹ വ്യാഴാഴ്ച എന്നോട് പറഞ്ഞു, ഡൊമിനിക്കച്ച നാളെ ദുഃഖ വെള്ളിയാഴ്ച പ്രസംഗം പറയണം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലാണ് പ്രസംഗിച്ചത്. അച്ഛൻ പറഞ്ഞില്ല, ഇപ്രാവശ്യം അച്ഛൻ തന്നെ പ്രസംഗിക്കണം. വിചാരിച്ചും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഉച്ച സമയമാണ്, പെസഹ വ്യാഴത്തിന്. ഞാൻ ഉച്ച കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു. വെറുതെ 10 മിനിറ്റത്തെ, പക്ഷെ 10 മിനിറ്റത്തെ ഉറക്കത്തിനുള്ളിൽ ഒരു സ്വപ്ന ദർശനം, ഒരു സ്വപ്നം. ആ സ്വപ്നം ഇതാണ്, ഞാൻ കാണുന്നത് ഞാൻ അൾത്താരയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മുകളിലായിട്ട് എനിക്ക് കർത്താവ് കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് കാണാവേ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ 4 കാര്യങ്ങൾ എന്നോടിങ്ങനെ കർത്താവ് പറയുന്നതായിട്ട് ഞാൻ ശരിക്കും കേൾക്കുകയാണ്. 4 കാര്യം. നീ പോയി ജനത്തോടൊരു കാര്യം പറയണം. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 1, ഈ കുരിശിൽ കിടക്കുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ചോദിക്കണം. ഡു യു നോ ഹു ഈസ് ദിസ് ക്രൈസ്റ്റ്, ദി ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്? ഈ ക്രൂശിതൻ ആരാണെന്ന് വ്യക്തമായിട്ട് നിന്റെ ആരാണ് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നത് നീ അറിയണം. 2, എനിക്കൊരു അഭിപ്രായമാണ്, താഴെ ഇരിക്കുന്ന നിങ്ങളും ഈ കുരിശിൽ കിടക്കുന്ന അവരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്കറിയാമോ ചോദിക്കാൻ പറഞ്ഞു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. താഴെ ഇരിക്കുന്ന നിങ്ങൾ ആരാണ്? 2, താഴെ ഇരിക്കുന്ന നിങ്ങൾ ആരാണെന്നറിയാവോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. 3, താഴെ ഇരിക്കുന്ന നിങ്ങളും മുകളിൽ കുരിശിൽ കിടക്കുന്നവനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാവോ? ശരിക്കും അറിയാവോ? ഈ കൂട്ടായ്മയിലുള്ള എത്ര മക്കൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം? അറിയാവുന്നവര് മാത്രം ക്രിസ്ത്യാനി, അല്ലാത്തവൻ ക്രിസ്ത്യാനി ആകില്ല. 4 വാക്ക്, അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാത്തൊരു വാക്ക്. ആ വാക്കാണ് ഇന്ന് സുവിശേഷ ശുശ്രൂഷയ്ക്ക് എന്നെ നയിച്ചത്. ഒറ്റ ശബ്ദമാണ്, ഓരോരുത്തരും അവനവൻ്റെ രക്ഷ സുരക്ഷിതമാക്കുക. ഓരോരുത്തരും അവനവൻ്റെ രക്ഷ സുരക്ഷിതമാക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഈശോ കുരിശിൽ നീയും ഈശോയും തമ്മിലുള്ള ബന്ധം എന്താ? ഒറ്റ ബന്ധമുള്ള മക്കളെ. മുമ്പ് ഞാൻ അമ്മ കിണറ്റിലേക്ക് എടുത്തിയാണ് സ്വന്തം ചോരയ. അതെ, ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഓർത്തു, ഞാനും നിങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സ്വന്തം മക്കളായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ സ്വന്തം മക്കളായതുകൊണ്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ചത് എന്ന് അറിഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക മക്കളെ. പോരാ 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 പോരാ, ഉച്ചത്തില് ഹല്ലേലൂയ. 2 കരം എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. 6 മുതൽ വചനം അച്ഛൻ വായിക്കാൻ പോവാ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, നീതിമാന് വേണ്ടി പോലും
ആരെങ്കിലും മരിക്കുക പ്രയാസ. ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. സ്വരമോടത്തി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചതിൻ്റെ കാരണം, ഒരൊറ്റ കാരണമുള്ള മക്കളെ, നമ്മെ പാപത്തിൻ്റെ കുഴിയിൽ കിടക്കുന്ന, മരണത്തിൻ്റെ കുഴിയിൽ കിടക്കുന്ന, നാശത്തിൻ്റെ കുഴിയിൽ കിടക്കുന്ന നമ്മളെ അവിടെ നിന്ന് കരകയറ്റാൻ വേണ്ടിയാണ്, നമ്മുടെ പാപങ്ങൾ പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് അവൻ കുരിശിൽ രക്തം ചിന്തി മരിച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈശോ നിന്റെ ആരാ? നിന്റെ എല്ലാമെല്ലാമാ, നിന്റെ അസ്തിത്വത്തിന്റെ ഭാഗമാ, നിന്റെ ജീവന്റെ ഭാഗമാ. നീ തന്നെയാ. ഈശോയും നീ തമ്മിൽ ഈശോയുടെ സ്വന്തം മകനാ, ഈശോയുടെ സ്വന്തം മകളാ. ഈശോയ്ക്ക് നിന്നോട് സ്നേഹമുണ്ട്. പാപിയായിരുന്നിട്ടും നീ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും ദൈവം നിന്റെ അടുക്കലേക്ക് വരാൻ കാരണം നീ സ്വന്തമായതുകൊണ്ട്, ഈശോയുടെ സ്വന്തമായതുകൊണ്ട്. ആരാധന 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 കരങ്ങളുയർത്തി ആരാധന 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 ആരാധന. ഒറ്റ വിളിശോയേ ചതുവൊറ്റ കാട്ടിക്കട്ടെ. ദൈവജനത്തിന്റെ ആശീർവദിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ തിരുക്കുരിശിനെയാണ് ആശീർവദിക്കുമ്പോൾ നമ്മുടെ പേര് ദേശം കൊണ്ടു പേരും പാപരോഗ